ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ചെൽസി വേഴ്സസ് വോൾവേഴ്സ് മത്സരം 3-1 എന്ന ഗോൾ സ്കോറിൽ ചെൽസി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടു കൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 40 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗായ്സ്, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു കളി നല്ല പോലെ കിട്ടിയാൻ പോലെ പെർഫോം ചെയ്യും, പക്ഷെ നെക്സ്റ്റ് മാച്ച് വരുന്ന സമയത്ത് ഈ ടീം തന്നെയാണോ ആ ഒരു മാച്ച് കളിച്ചത് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചെൽസിനെ മാത്രമല്ല, ആർസണലായാലും യുണൈറ്റഡ് ആയാലും നോർമലി ഒരു ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒന്ന് സെറ്റായതിന് ശേഷം എഗെയിൻ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത് എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയായിരിക്കും, എല്ലാ മാച്ചും ഒരു ടീമിന് വിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയായിരിക്കും. ഒരിക്കലുമില്ല. പക്ഷേ ഒരു നോർമൽ ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാമെന്ന്, ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അതുപോലെ ലിവർപൂൾ, ഇപ്പോൾ അത്ലറ്റിക് ഒരു 5-6 മാച്ചെല്ലാം അൺബീറ്റായിട്ട് വന്നിട്ട് ഒരു കളിയോ 2 കളിയോ തോക്കുന്ന അത്ര വലിയൊരു വിഷയമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഒരു കളി നല്ലപോലെ പെർഫോം ചെയ്യും. ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഫാൻസുകാർ അത് നെക്സ്റ്റ് മാച്ച് വളരെയധികം എക്സൈറ്റഡോടുകൂടി വെയിറ്റ് ചെയ്യും. പക്ഷേ എന്താ പറയുക, ആ ഒരു മാച്ചിൽ കളിച്ചതിൻ്റെ പകുതി പെർഫോമൻസ് പോലും നെക്സ്റ്റ് മാച്ചിൽ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ എവിടെയാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചെൽസിനെ സംബന്ധിച്ച് വേറൊരു കോമഡിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗർണാച്ചോക്കായിട്ട് റൊമാനോയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗർണാച്ചോനെ ചെൽസിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഗർണാച്ചോ ഓൾറെഡി നാപ്പോളി അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട്. പക്ഷേ ഗർണാച്ചോക്ക് താല്പര്യം ഈ ഒരു ഇപ്പം വന്ന ഒരു ഓഫേഴ്സിൽ നിന്നെല്ലാം ബെറ്റർ ആയിട്ട് ചെൽസിയിലേക്ക് പോകാനാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് ചെൽസി ഇത്രയും ഓൾറെഡി 3 ബെഞ്ച് സ്ക്വാഡ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇവർ ഈ പ്ലേയേഴ്സിനൊക്കെ വാരിക്കൂട്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കണ്ട് രസിക്കാനാണോ? ഇതിൻ്റെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനികയൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് മാഡ്രിഡ് ഫാൻസ്. ആ ഒരു അവസരത്തിലാണ് ചെൽസിനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അസൂയ തോന്നിപ്പോകുന്നത്. എന്താണ് ഇവർ, കാരണം എല്ലാ പൊസിഷനിലും 2-3 പ്ലേയേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് ഓരോ പൊസിഷനിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും പ്ലെയേഴ്സിനെ വാങ്ങിയിട്ട് കണ്ടറിയാം ചെൽസി അതിനുള്ള ഒരു ഇപ്പോൾ ടോപ്പ് 4 എന്തായാലും ഫിനിഷ് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇത്രയും മണി സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് വരാതിരിക്കുമ്പോൾ വളരെയധികം സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.